ഗർഭപാത്രത്തിന്റെ ലെയറുകൾ അല്ലെങ്കിൽ പാളികൾ എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഫൈബ്രോയിഡിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ ഒരു ഡിസ്കംഫർട്ട് സഹിക്കാൻ പറ്റുമെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺസ് എ ഇയർ എങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഒരു സ്കാനും കൂടെ ചെയ്ത് നോക്കിയാൽ ഏകദേശം ഒരു 99% ഇഷ്യൂസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ട്യൂമർ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ കുറെ പേടിക്കും, ഇത് ക്യാൻസർ ആണോ എന്നുള്ള കാര്യം. അപ്പോൾ ഈ പ്രഗ്നൻസിയിൽ ഫൈബ്രോയിഡ് വരുമ്പോൾ നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഏത് സിസ്റ്റ് ആണെങ്കിൽ ഒരു 5 സെന്റിമീറ്ററിന് അബവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഓപ്പറേറ്റ് ചെയ്യണം. 8 വയസ്സ് മുതൽ 80 വയസ്സ് വരെ പലതരത്തിലുള്ള സിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. നമസ്കാരം, ടൈംസ് ഓഫ് ഇന്ത്യ സമയം മലയാളം ഡോക്ടർ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നിരവധി സ്ത്രീകൾക്ക് ആശങ്കയുണ്ടാക്കുന്നതും പലരിലും കണ്ടുവരുന്നതുമായ ഒരു പ്രശ്നമാണ് ഫൈബ്രോയിഡും സിസ്റ്റുകളും. പലരും ഇത് കണ്ടുപിടിക്കുന്നത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് കൊച്ചി അക്ഷയ ഹോസ്പിറ്റലിലെ ഡോക്ടർ അക്ഷയ് വി പ്രഭു ആണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പലർക്കും ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണെന്ന്. അപ്പോൾ പലരുടെയും സംശയം ഈ ഫൈബ്രോയിഡും സിസ്റ്റും ഒന്നാണോ എന്നുള്ളതാണ്. ഈ ഫൈബ്രോയിഡും സിസ്റ്റും എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് എൻറ്റിറ്റീസ് അല്ലെങ്കിൽ രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഫൈബ്രോയിഡ് വരുന്നത് യൂട്രസിലും സിസ്റ്റ് വരുന്നത് അണ്ഡാശയമായ ഓവറിയിലാണ് വരുന്നത്. അപ്പോൾ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. പലവരും അത് കോംപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഒന്നും രണ്ടും സെയിം ആണെന്നുള്ള കാര്യത്തിൽ വിചാരിക്കാറുണ്ട്. പക്ഷെ രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണത്. അങ്ങനെയാണെങ്കിൽ സിസ്റ്റിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ ഫൈബ്രോയിഡിനെ പറ്റി നോക്കാം. എന്തുകൊണ്ടായിരിക്കും ഫൈബ്രോയിഡ് ഉണ്ടാകുന്നത്? നമ്മുടെ ജീവിതശൈലി കൊണ്ടാണോ അതോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടാണോ? എന്തുകൊണ്ടായിരിക്കും? ഈ ഫൈബ്രോയിഡ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഫൈബ്രോയിഡ് എന്താന്നുള്ള കാര്യമാണ്. അപ്പോൾ ഫൈബ്രോയിഡ് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ യൂട്രസിന്റെ, അതായത് ഗർഭപാത്രത്തിന്റെ ലെയറുകൾ അല്ലെങ്കിൽ പാളികൾ എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഫൈബ്രോയിഡിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഗർഭപാത്രത്തിന്റെ ലെയറുകൾ എന്ന് പറഞ്ഞാൽ 3 ലെയറിലാണ് ഗർഭപാത്രം ഇരിക്കുന്നത്. അതിൽ ഏറ്റവും നേരിയതായിട്ടും ഇന്നർ ആയിട്ടുള്ള ലെയർ എൻഡോമെട്രിയം എന്ന് പറയും. നമ്മൾ ഈ ഗർഭപാത്രത്തിന്റെ ഇന്നർ ലൈനിങ് എന്ന് സാധാരണക്കാർ പറയും. അതാണ് ഈ മെൻസസിന്റെ സമയത്ത് പൊട്ടി പുറത്തേക്ക് വരുന്നതും ബ്ലഡ് ആയിട്ടൊക്കെ വരുന്നത്. ഇത് ഹോർമോണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ലെയർ ആണ്. രണ്ടാമത്തെ ലെയർ ഏറ്റവും വലിയ ലെയർ, അതായത് മയോമെട്രിയം അഥവാ മസിൽ ലെയർ എന്ന് പറയും. അതായത് ഗർഭപാത്രം ഈ പ്രസവ സമയത്ത് കുട്ടീനെ പുറന്തള്ളാനും ഈ മെൻസസിന്റെ സമയത്ത് ബ്ലഡ് വരാനൊക്കെ നല്ല രീതിയിൽ സ്ട്രോങ് മസ്കുലാർ ഫ്രെയിംവർക്ക് വേണം ഈ യൂട്രസിന്. എന്നാൽ മാത്രമേ അതിനത് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു മസിൽ ലെയറിനെയാണ് മയോമെട്രിയം എന്ന് പറയുന്നത്. ഇതിന്റെ മേലെ ഒരു നേരിയതായിട്ടുള്ള ഒരു കവറിങ് പെരിമെട്രിയം അഥവാ സീറോസ എന്ന് പറയും. അത് അത്ര സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ലെയർ അല്ല. ഈ മയോമെട്രിയം അഥവാ മസിൽ ലെയറിൽ വരുന്ന ട്യൂമറുകളെ, ഈ മുഴകളെ, അതിനാണ് ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ട്യൂമർ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ കുറെ പേടിക്കും, ഇത് ക്യാൻസർ ആണോ എന്നുള്ള കാര്യം. ഈ ട്യൂമർ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഗ്രോത്ത് എന്ന് മാത്രമാണ്. ട്യൂമർ 2 തരത്തിലാവാം. ഒന്നെങ്കിൽ ബിനൈൻ ഇല്ലെങ്കിൽ നോൺ ക്യാൻസറസ്, ഇല്ലെങ്കിൽ മാലിഗ്നന്റ് അഥവാ ക്യാൻസറസ്. ഇതിൽ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് ബിനൈൻ അഥവാ നോൺ ക്യാൻസറസ് ഗ്രോത്ത് ഫ്രം ദ മസിലിനെയാണ് ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. 99.9% കേസസിലും ഇത് നോൺ ക്യാൻസറസ് ആയിട്ടുള്ള സ്മൂത്ത് മസിൽ ഗ്രോത്ത് ആണിത്. അപ്പൊ ഇതിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞു നമുക്ക് കൃത്യമായിട്ട് ഒറ്റ കാരണം പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഫൈബ്രോയിഡ് വരുന്നത്. ചിലവിൽ ഇത് ജനറ്റിക് ആയിട്ട് വരാം. അതായത് അമ്മയോ സിസ്റ്ററിലോ ഒക്കെ ഫൈബ്രോയിഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയാൽ ഫൈബ്രോയിഡ് അവരുടെ റിലേറ്റീവ്സിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 2, ജീവിതശൈലിക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ ഇതിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ഹോർമോണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഗ്രോത്തുകളാണ്. അപ്പൊ ഹോർമോൺ ഇൻഫ്ലുവൻസ് വരുന്ന രീതിയിൽ എന്ത് ലൈഫ് സ്റ്റൈൽ നമ്മുടെ മാറിയാലും, അതായത് ഭക്ഷണ ശൈലി മാറിയാലും, നമ്മുടെ വ്യായാമ ശൈലി മാറിയില്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന പ്രദേശം കൂടെ മാറിയാൽ തന്നെ ഹോർമോണൽ ഇൻഫ്ലുവൻസിന് ഇതൊരു ഒരുപാട് എഫക്റ്റ് ഉണ്ട് ഈ ഫൈബ്രോയിഡ് വളരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് കൂടുതൽ ഈ ഫൈബ്രോയിഡ് സിസ്റ്റുകൾ പോലത്തെ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. ഡോക്ടർ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്? നമുക്ക് വീട്ടിലിരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ അതോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണോ അതോ പീരീഡ്സിൽ മാറ്റം വരുമോ? സാധാരണ ഈ ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത് എല്ലാ ഫൈബ്രോയിഡ്സിനും ഈ സിംറ്റംസ് അഥവാ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണമെന്നില്ല. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ ഫൈബ്രോയിഡ് ഉള്ളവരിൽ അമിത രക്തസ്രാവം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് എല്ലാവരിലും വേണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഈ 3 ലെയറിന്റെ ഗർഭപാത്രത്തിന്റെ ഇന്നർ ലൈനിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന ഫൈബ്രോയിഡ്സിനാണ് ഈ സാധാരണ ഈ ബ്ലീഡിങ് ഇഷ്യൂസ് വരുന്നത്. അതെല്ലാം തന്നെ ചിലവർക്ക് ഈ ചെറിയ പെയിൻ, ഈ ലോവർ അബ്ഡോമനിൽ അടിവയറ്റിലുള്ള ചെറിയ വേദന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാം. മൂന്നാമത്തെ, ചിലവരുടെ പീരീഡ്സിൽ വ്യത്യാസങ്ങൾ, അതായത് ചിലപ്പോൾ ഇറഗുലർ ആവാം, അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടി വരുന്ന രീതിയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംശയിക്കാം. നാലാമത്തെ, ചിലവർ പ്രഗ്നന്റ് ആവാൻ ശ്രമിക്കുന്നവർ, അവർ പ്രഗ്നൻസി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഫൈബ്രോയിഡ് അതിനൊരു കാരണമാവാം. അഞ്ചാമത്തെ ഒരു കാറ്റഗറി പിന്നെയും വരുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടോ മൂത്രം ഒഴിക്കാനുള്ള തടസ്സം അല്ലെങ്കിൽ കൂടെ മൂത്രം പോകേണ്ട ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ ഫൈബ്രോയിഡ് ആവാം.
ഇതൊന്നും കൂടാണ്ട് തന്നെ ഒരു സൈലന്റ് ഫൈബ്രോയിഡ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അതായത് ഈ ഫൈബ്രോയിഡിന് ഒരു പൊസിഷണൽ ഒരു വ്യത്യാസം കാരണം ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരുന്നില്ല. വേറെ എന്തെങ്കിലും കാരണത്തിന് വേണ്ടി നമ്മൾ സ്കാനോ CT സ്കാനോ MRI അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴായിരിക്കും ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ ഫൈബ്രോയിഡ്സ് ഡയറക്റ്റ് ഒരു സിംറ്റം കോസ് ചെയ്യുക അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കോസ് ചെയ്യുന്ന പറഞ്ഞാൽ സാധാരണ പീരീഡ്സോ അടിവയറ്റിലെ വേദനയാണ് സാധാരണ ഉണ്ടാവാറ്. അതുകൂടാണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഇംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് ഒന്നുകിൽ പ്രഗ്നന്റ് ആവുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണം നമ്മൾ അതിനെ അസസ് ചെയ്യുമ്പോഴായിരിക്കും ഫൈബ്രോയിഡ്സ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ സ്കാൻ ചെയ്യുമ്പോൾ മാത്രമാണോ അറിയാൻ പറ്റുന്നത്, അല്ലാതെ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ നമുക്ക്? നമ്മുടെ ഫൈബ്രോയിഡ് അസസ് ചെയ്യാൻ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്. അതായത് പൊതുവെ ഡോക്ടർ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യം നമ്മുടെ അൾട്രാസൗണ്ട് സ്കാൻ തന്നെയാണ്. അതിൽ മാത്രമേ നമുക്ക് ഫൈബ്രോയിഡ് ഉണ്ടെന്നും ഫൈബ്രോയിഡിനെ കൺഫേം ചെയ്യാനും പറ്റുള്ളൂ. ഒന്ന് അൾട്രാസൗണ്ടിൽ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കുറെ വേറെ ടെസ്റ്റുകൾ നമുക്ക് വേണമെങ്കിൽ CT സ്കാൻ ചെയ്യാം, നമുക്ക് MRI സ്കാൻ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫൈബ്രോയിഡ് കണ്ടുപിടിക്കാം. പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളോടും പറയുന്നത് അറ്റ്ലീസ്റ്റ് എല്ലാ 6 മാസം കൂടുമ്പോഴോ 1 വർഷം കൂടുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് അൾട്രാസൗണ്ട് ചെയ്ത് വെക്കേണ്ടത്. ഈ ഫൈബ്രോയിഡിന്റെ വളർച്ച എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഒരു ഫൈബ്രോയിഡ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇയർലി ആനുവൽ വളർച്ച, അതായത് വർഷാവർഷം അത് വളരുന്നതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി 1.5 to 2 സെന്റിമീറ്റേഴ്സ് ആണ്. ഇന്ന് ചിലപ്പോൾ സ്കാൻ ചെയ്ത ഫൈബ്രോയിഡ് ഇല്ലെങ്കിൽ അടുത്ത വർഷം ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 സെന്റിമീറ്റർ ഫൈബ്രോയിഡ് ഉണ്ടാവും. അപ്പോൾ നമുക്കതിന് ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് എല്ലാ സ്ത്രീകളോടും പറയുന്നത് അറ്റ്ലീസ്റ്റ് എല്ലാ വർഷം ഒരു സ്കാനിങ്ങിലും ചെയ്യുക, 5 വർഷം കൂടുമ്പോഴത്തേക്കും പാപ് സ്മിയറും കൂടെ ചെയ്യണം. അപ്പോൾ ഈ സ്കാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവുമോ? കാരണം നമുക്ക് അറിയില്ലല്ലോ, ഇപ്പൊ എല്ലാ വർഷവും അല്ലെ 6 മാസം കൂടുമ്പോൾ ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ. ഇല്ല, ഇപ്പൊ സ്കാനിങ് എന്ന് പറയുന്നത് ഒട്ടും റേഡിയേഷൻ ബേസ്ഡ് ടെക്നോളജി അല്ല. ഈ സ്കാനിങ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് സൗണ്ട് വേവ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ടെക്നോളജിയാണ്. അതായത് നമ്മുടെ അൾട്രാസൗണ്ട് സ്കാനിങ് പ്രോബിൽ നിന്ന് വരുന്ന സൗണ്ട് വേവ്സ് ടാർഗറ്റ് ഓർഗനെ ഹിറ്റ് ചെയ്ത് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരുന്നതിന്റെ ബേസിസിലാണ് ഈ ഇമേജസ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് CT സ്കാൻ ചെയ്യുന്ന പോലെ CT സ്കാനോ എക്സ്റേ ഒക്കെ ചെയ്യുന്ന പോലെ റേഡിയേഷൻ ബേസ്ഡ് ടെക്നോളജി അല്ലാത്തതുകൊണ്ട് നമുക്ക് മാസം ചെയ്താലും 6 മാസം ചെയ്താലും 1 വർഷം ചെയ്ത് കഴിഞ്ഞാൽ അതിന് യാതൊരുവിധ വേറെ കോംപ്ലിക്കേഷൻ ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പ്രൂവണും കൂടെയാണത്. ഇപ്പം നമുക്ക് കണ്ടുപിടിച്ചു, ഇപ്പോൾ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു, അങ്ങനെയാണെങ്കിൽ അത് സർജറി കൊണ്ട് മാത്രമേ ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ, അതോ മെഡിസിൻ എടുത്താൽ ഒഴിവാക്കാൻ പറ്റുമോ? എല്ലാ ഫൈബ്രോയിഡുകൾക്കും സാധാരണ ട്രീറ്റ്മെന്റ് വേണ്ട. നമ്മളിപ്പോൾ ഏതൊരു സ്ത്രീക്കും ചിലപ്പോൾ വെറുതെ നോർമലായിട്ട് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കി ചിലപ്പോൾ 1-2 സെന്റിമീറ്ററിന്റെ സൈലന്റ് ഫൈബ്രോയിഡ്സ് കണ്ടേക്കാം. അപ്പോൾ ഫൈബ്രോയിഡിന്റെ സൈസ് വളരെ ചെറുതാണ്, അതിന് ബുദ്ധിമുട്ടൊന്നും കോസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിന് ഒരു ട്രീറ്റ്മെന്റും കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഫോളോ അപ്പ് മാത്രം ചെയ്താൽ മതി. ഫൈബ്രോയിഡ് കുറച്ചും കൂടെ വലിയ സൈസാണ്, ഇല്ലെങ്കിൽ ചെറിയ തോതിലുള്ള സിംറ്റംസ്, അതായത് ചെറിയ തോതിലുള്ള ഇൻക്രീസ്ഡ് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ വയറുവേദനയോ അല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്ന തടസ്സം, അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻസിൽ അതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ചും കൂടെ വലുതാണ്, അത് ഒന്നെങ്കിൽ ഭയങ്കര സൈസ് ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സർജറി വേണ്ടി വരും. സർജറിയിലൂടെയാണ് അത് നീക്കം ചെയ്യാൻ പറ്റുക. ഇന്നിപ്പോൾ സർജറി കൂടാണ്ട് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്, അത് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ സർജറിയുടെ കേസ് എടുക്കാം, ഓപ്പൺ സർജറി ഉണ്ട്, അതുപോലെ കീ ഹോൾ ഉണ്ട്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്? കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ഇപ്പോൾ ഒരുവിധം എല്ലാ ഗൈനക് സർജറീസും സ്റ്റാൻഡേർഡ് ആയിട്ട് കീ ഹോൾ സർജറിയാണ് പറയാറ്, ഈവൻ ഫൈബ്രോയിഡിനാണെങ്കിൽ പോലും. ഇപ്പോൾ ഫൈബ്രോയിഡിന്റെ സൈസിന് എന്ത് ഒരു സൈസ് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു തടസ്സമാവുന്നില്ല. ഈവൻ 5 സെന്റിമീറ്റർ തൊട്ട് 15-20 സെന്റിമീറ്റർ ഉള്ള ഫൈബ്രോയിഡ് വരെ നമുക്ക് എളുപ്പത്തിൽ കീ ഹോൾ വഴി. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താ വെച്ചാൽ ഓപ്പൺ ആണെങ്കിലും കീ ഹോൾ ആണെങ്കിലും ചെയ്യേണ്ടത് ഫൈബ്രോയിഡിനെ യൂട്രസിൽ നിന്ന് ആദ്യം വേർപെടുത്തും. എന്നിട്ട് എന്താണോ ഡിഫക്റ്റ് വന്നേക്കണം, ആ ഫൈബ്രോയിഡ് എടുത്തു കഴിയുമ്പോൾ എന്താണോ സ്പേസ് ഡിഫക്റ്റ് വന്നേക്കുന്നത് അതിനെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യും യൂട്രസിനെ. എന്നിട്ട് ഈ ഫൈബ്രോയിഡിനെ എങ്ങനെ വയറ്റിൽ നിന്ന് പുറത്തെടുക്കണം എന്നാണ് നമ്മുടെ ചാലഞ്ച്. ഓപ്പൺ സർജറി ആകുമ്പോൾ വലിയൊരു മുറിവുള്ളതുകൊണ്ട് നേരെ എടുക്കാം. പക്ഷേ കീ ഹോൾ സർജറിയിൽ ഇത് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനെ നമ്മൾ ആദ്യം ഒരു ബാഗിലേക്ക് ഇട്ടിട്ട് ആ ബാഗിന്റെ അറ്റം നമ്മൾ പുറത്തേക്ക് തുറന്നു വെച്ചിട്ട് അതിലൊരു മോർസിലേറ്റർ എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട്. അപ്പോൾ മോർസിലേറ്റർ എന്നുള്ള മെഷീൻ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനെ ഒരു സോസേജ് ഫോമാറ്റിൽ പതുക്കെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതിനെ പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഗോൾഡ് സ്റ്റാൻഡേർഡ് കീ ഹോൾ സർജറി തന്നെയാണ്. ഓപ്പൺ സർജറിക്ക് ഇന്ന് സാധാരണ ആരും എന്തെങ്കിലും കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുന്നല്ലാണ്ട് ഒരിക്കലും പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ കീ ഹോൾ ചെയ്യുമ്പോൾ? എല്ലാ സർജറിക്കും ഇപ്പോൾ കീ ഹോൾ സർജറിയാണ് ഓപ്പൺ സർജറിയാണ് രണ്ടും ചെയ്യാൻ പോകണം ജനറൽ അനസ്തീഷ്യ. അപ്പോൾ അനസ്തീഷ്യ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് എങ്ങനെയാലും ഉണ്ടാവും. അതുകൂടാണ്ട് സാധാരണ ഒരു സർജറിക്ക് വരാൻ പറ്റുന്ന കോംപ്ലിക്കേഷൻ, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും എക്സസീവ് ബ്ലീഡിംഗ് ആയി, അല്ലെങ്കിൽ ചിലപ്പോൾ വൂണ്ട് സൈറ്റ് ഇൻഫെക്ഷൻ, ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഓർഗൻ ഡാമേജ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രീവിയസ് സിസേറിയനൊക്കെയാണ്, അപ്പോൾ ചെറിയ രീതിയിൽ ബ്ലാഡറിന് ഡാമേജ് അല്ലെങ്കിൽ ബവലിന് ഡാമേജ്, അത് കുഴലിനുള്ള ഡാമേജ്,
അതൊക്കെ ഏതൊരു സർജറിയിലുള്ള പോലെ തന്നെ കീ ഹോൾ സർജറിയിലും വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ കീ ഹോൾ സർജറിയിൽ നമുക്ക് കിട്ടുന്ന ഒരു വിഷ്വലൈസേഷൻ, നമുക്കൊരു 3x മാഗ്നിഫിക്കേഷനിലാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. ഏകദേശം 4K റെസൊല്യൂഷനിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഓപ്പൺ സർജറിയിൽ ചെയ്യുന്നേക്കാളും എത്രയോ നല്ല വിഷ്വലൈസേഷനും അപ്രോച്ചും നമുക്ക് കീ ഹോൾ സർജറിയിൽ കിട്ടും. അതുകൊണ്ട് ഡോക്ടറിന് ഉണ്ടാക്കാൻ പറ്റുന്ന കോംപ്ലിക്കേഷൻ കുറവാണ്, പേഷ്യന്റ് സേഫ്റ്റി കാര്യങ്ങളും കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അപ്പോൾ ആഫ്റ്റർ കെയർ എങ്ങനെയായിരിക്കും നമ്മളത് കീപ്പ് ചെയ്യേണ്ടത്? നമുക്കിപ്പോൾ ഓപ്പൺ സർജറി ആണെങ്കിലും കീ ഹോൾ സർജറി ആണെങ്കിലും ആഫ്റ്റർ കെയർ എങ്ങനെയാലും വേണ്ടി വരും. പക്ഷേ കീ ഹോൾ സർജറിയിൽ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേഷ്യന്റിനെ വളരെ പെട്ടെന്ന്, അതായത് അടുത്ത ദിവസം തന്നെ നമുക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റും. വിത്തിൻ 48 hours അവർക്ക് വീട്ടിൽ പോവുകയും ചെയ്യാം. ഇപ്പോൾ ഓപ്പൺ ആണെങ്കിലും കീ ഹോൾ ആണെങ്കിലും ഇപ്പോൾ നമുക്ക് യൂട്രസിന് ഏകദേശം ഒരു 2 to 3 months ടൈം എടുക്കും നമ്മൾ ആ റീകൺസ്ട്രക്ട് ചെയ്ത യൂട്രസിലെ സൂച്ചറും കാര്യങ്ങളൊക്കെ വലിയാനും യൂട്രസ് നോർമൽ സൈസിലേക്ക് വരാൻ. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 3 months വരെ നമ്മൾ വാച്ച് ചെയ്യാൻ പറയും. ചിലപ്പോൾ നമ്മൾ മെൻസസ് സപ്രസ് ചെയ്യാനുള്ള ടാബ്ലറ്റ് കൊടുക്കും. പിന്നെ നിർബന്ധമായിട്ട് ഫസ്റ്റ് 3 to 4 months പ്രഗ്നന്റ് ആവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ അഡ്വൈസ് കൊടുക്കുകയും ചെയ്യും. ചിലപ്പോൾ കോൺട്രസെപ്റ്റീവ് ടാബ്ലറ്റ്സ് കൊടുക്കുകയും ചെയ്യും. യൂട്രസ് കംപ്ലീറ്റ് നോർമൽ സൈസിലേക്ക് വന്ന് ഹീലായി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പ്രഗ്നൻസി അവർക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വിത്തിൻ ഒരു 2 to 3 months നമുക്കൊരു ക്ലോസ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് കിടക്കണമെന്നോ പേഷ്യന്റ് റുട്ടീനായിട്ട് വരണമെന്നല്ല, നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അവരുടെ മെൻസസ് മോണിറ്റർ ചെയ്യാൻ പറയും, അവരുടെ ലൈഫ് സ്റ്റൈൽ മോണിറ്റർ ചെയ്യാൻ പറയും. എന്നിട്ട് ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ടാബ്ലറ്റ്സും കൊടുക്കും. എന്നിട്ട് ഒരു 3 to 4 months കഴിഞ്ഞിട്ട് നമ്മൾ റിവ്യൂവിന് വിളിച്ചിട്ട് ഒരു സ്കാൻ ചെയ്തിട്ട് യൂട്രസ് കംപ്ലീറ്റ് ആയിട്ട് ഹീലായി, ഫൈബ്രോയിഡ്സിന് ഇഷ്യൂസ് ഒന്നുമില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പ് വരുത്തിയിട്ടായിരിക്കും പിന്നെ നോർമൽ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ, ഫോർ എക്സാമ്പിൾ പ്രഗ്നൻസി പോലത്തെ ആണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോകാൻ പറയുന്നത്. ഡോക്ടർ, ഇപ്പോൾ ബെഡ് റെസ്റ്റ് ആയിരിക്കുമോ കംപ്ലീറ്റ് 3 months? ഇല്ല, നമ്മൾ കീ ഹോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ 24 hours മേലെ നമ്മൾ ബെഡ് റെസ്റ്റ് പറയാറില്ല. നെക്സ്റ്റ് ഡേ തൊട്ട് പേഷ്യന്റ് നടന്നു തുടങ്ങാം. പിന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ പേഷ്യന്റിനോട് പറയുന്നത് നിങ്ങൾക്ക് ക്ഷീണം തോന്നുകയാണെങ്കിൽ മാത്രം കിടന്നാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നും നടന്നും പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. സ്വന്തമായിട്ട് കുളിക്കാം. 48 hours കഴിയുമ്പോൾ അവർ കുളിച്ചു തുടങ്ങും, സ്റ്റെപ്പ് കയറാം. ബാക്കി വീട്ടിലിപ്പോൾ വർക്ക് ഫ്രം ഹോം ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ 48 hours തന്നെ വർക്ക് ഫ്രം ഹോം, ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലൊക്കെ അവർ വർക്ക് ചെയ്ത് തുടങ്ങും. ലൈറ്റ് ജോബുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വിത്തിൻ ഫസ്റ്റ് വീക്ക് തന്നെ അവർ ലൈറ്റ് ജോബ് തുടങ്ങും. ഒരിക്കലും ഒരു ബെഡ് റെസ്റ്റ് നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല. നിങ്ങൾ എത്രത്തോളം ആക്റ്റീവായിട്ട് ഇരിക്കുന്നു അത്രയും പെട്ടെന്ന് നിങ്ങളുടെ റിക്കവറി ആയിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച പോലെ നമ്മളൊരു ടോപ്പിക് കവർ ചെയ്തിരുന്നപ്പോൾ സർജറി അല്ലാണ്ട് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് ചോദിച്ചായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഫൈബ്രോയിഡ്സ് നേരത്തെ പറയുമ്പോൾ എല്ലാ ഫൈബ്രോയിഡും ട്രീറ്റ് ചെയ്യേണ്ട. ചെറിയ സൈസുള്ള ഫൈബ്രോയിഡ് ഇല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് സർജറി വേണമെന്ന് തോന്നുകയാണെങ്കിലും പക്ഷെ എന്തെങ്കിലും കാരണത്താൽ ചിലപ്പോൾ പേഷ്യന്റിന്റെ പ്രൊഫൈൽ, അതായത് ബ്ലഡ് കുറവാണ്, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്തിന് ട്രീറ്റ്മെന്റ് എടുക്കാണ്, ഇല്ലെങ്കിൽ വീട്ടിലൊരു കല്യാണം ഉണ്ട്, ഇല്ലെങ്കിൽ ഒരു ദീർഘയാത്ര ഉണ്ട്, മക്കളുടെ എക്സാം ഉണ്ട്, അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനൊക്കെ നമുക്ക് 3 to 6 months അതിനെ തള്ളി നീക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ മെഡിസിൻ നമുക്കൊരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. അതുകൂടാതെ ചില ഫൈബ്രോയിഡ്സ് നമുക്ക് ലൊക്കേഷനൊക്കെ ബേസ് ചെയ്ത് നമുക്ക് മിറേന അല്ലെങ്കിൽ നമുക്ക് ഹോർമോൺ ഉള്ള ഇൻട്രായൂട്രൈൻ ഡിവൈസ് ഇട്ട് നോക്കിയാലും കുറച്ച് നമുക്കൊരു കൺട്രോൾ വരെ വെക്കാൻ പറ്റും. ഇപ്പൊ സർജിക്കൽ അല്ലാത്ത തന്നെ കുറെ തരം ട്രീറ്റ്മെന്റുകൾ, ഫോർ എക്സാമ്പിൾ യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് സോളിറ്ററി ഫൈബ്രോയിഡ്, സിംഗിൾ ഫൈബ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ സപ്ലൈ ചെയ്യുന്ന വെസലിനെ നമുക്ക് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫൈബ്രോയിഡ് പതുക്കെ ചുരുങ്ങി പോകാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ഈ എംബോളൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ പുതിയതായിട്ട് ഇപ്പോൾ ഒരു ടെക്നോളജി വന്നേക്കണമെന്ന് വെച്ചാൽ മൈക്രോവേവ് തെർമൽ അബ്ലേഷൻ എന്ന് പറഞ്ഞൊരു ടെക്നോളജി വന്നിട്ടുണ്ട്. അത് വന്നിട്ട് 1-2 വർഷമായിട്ടുള്ളൂ. അതിലെന്ന് വെച്ചാൽ നമ്മളൊരു നീഡിൽ അതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആ നീഡിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ആ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഫൈബ്രോയിഡിന്റെ വാസ്കുലർ സപ്ലൈ, ബ്ലഡ് സപ്ലൈ കംപ്ലീറ്റ് പതുക്കെ നശിഞ്ഞു പോയിട്ട് ആ ഫൈബ്രോയിഡ് വിത്തിൻ 6 to 9 months ചുരുങ്ങുന്ന രീതിയിൽ നമുക്ക് ആ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോൺ സർജിക്കലായിട്ട് കുറെ ട്രീറ്റ്മെന്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനെല്ലാം പ്രശ്നം എന്ന് വെച്ചാൽ അതിന്റെ കംപ്ലീറ്റ് റിസൾട്ട്സ് വരാൻ കുറച്ച് ടൈം എടുക്കും. ഈ ഒരു ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചുരുങ്ങി പോകാൻ ചിലപ്പോൾ ഒരു 6 to 9 months വരെ എടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് സർജറി പക്ഷെ ഒരു ഫൈനൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ആ ഫൈബ്രോയിഡ് അവിടെ നിന്ന് എടുത്ത് മാറ്റി നമ്മൾ യൂട്രസ് റീകൺസ്ട്രക്ട് ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇമീഡിയറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയാൻ സർജറിയാണ് എപ്പോഴും ബെസ്റ്റ്. ബട്ട് നമുക്ക് കുറെ ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഡോക്ടർ, ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഫൈബ്രോയിഡ് ഉണ്ട്, സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അത് മാറി പിന്നീട് അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അതെ, ഒരു പ്രാവശ്യം ഫൈബ്രോയിഡ് നമ്മൾ യൂട്രസ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂട്രസിന് ഫൈബ്രോയിഡ് ഉണ്ടാവാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് ഫൈബ്രോയിഡ് സർജറി കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന ആൾക്കാരെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് എവറി 6 months അല്ലെങ്കിൽ 1 year കൂടുമ്പോഴത്തേക്കും ഒന്ന് സ്കാൻ ചെയ്തുകൊണ്ട് നോക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അൾട്രാസൗണ്ട് ആണെങ്കിലും MRI ആണെങ്കിലും 1 centimeter താഴെയുള്ള ഫൈബ്രോയിഡിനെ ഡിറ്റക്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഇന്ന് ചിലപ്പോൾ അത് കാണില്ല, പക്ഷെ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ആ ഫൈബ്രോയിഡ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1.5 to 2 centimeter ഗ്രോത്ത് റേറ്റ് ഉള്ളതുകൊണ്ട് നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ ചിലപ്പോൾ ഒരു 1.5 2 centimeter സൈസിൽ വരും. അപ്പൊ അതുകൊണ്ട് അത് മിസ് ഔട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഒരു ഫോളോ അപ്പ്, ആനുവലി എങ്കിലും ഒരു ഫോളോ അപ്പ് വേണം.
തീർച്ചയായിട്ടും ഞാൻ ഫൈബ്രോയിഡ് സർജറി ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്നത് ഒരു ഫൈനൽ സർജറി ഒരു പൂർണ്ണ ചികിത്സയല്ല. ഇപ്പൊ നമ്മൾ എടുക്കുന്നത് വിസിബിൾ ആയിട്ടുള്ളതും ഏറ്റവും വലുതായിട്ടുള്ള ഫൈബ്രോയിഡ്സ് ആണ് എടുക്കുന്നത്. ഭാവിയിൽ ഇനിയും ഫൈബ്രോയിഡ്സ് വരാം. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഏജ് കഴിഞ്ഞിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു 40-41 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഫാമിലി ഒക്കെ കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറെ ഫൈബ്രോയിഡ്സ് ഒക്കെ അതിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ യൂട്രസ് റിമൂവലിന് വേണ്ടി സജസ്റ്റ് ചെയ്യാം. ബട്ട് ഫൈനലി അത് പേഷ്യന്റ് ചോയ്സ് ആണ്, പേഷ്യന്റ് ആഗ്രഹമാണ് എങ്ങനെ ചെയ്യണം. 49 ഇയേഴ്സിൽ വരെ ഫൈബ്രോയിഡ് മാത്രം മാറ്റിയാൽ മതി എന്ന് പറയുന്ന പേഷ്യൻസിന് അങ്ങനെയും ചെയ്ത് കൊടുക്കാറുണ്ട്, പ്രൊവൈഡഡ് അത് നമുക്ക് ആ പേഷ്യന്റ് 10x10 സെന്റിമീറ്റർ ഒരു സിംഗിൾ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മാറ്റാൻ എളുപ്പമായിരുന്നത് മാറ്റി കൊടുത്ത് യൂട്രസ് കൺസേർവ് ചെയ്തു. പക്ഷെ ഒരുപാട് ഫൈബ്രോയിഡ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഫൈബ്രോയിഡ് ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്ത് മാറ്റി വെച്ച് യൂട്രസ് റീകൺസ്ട്രക്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ആഫ്റ്റർ ഒരു സർട്ടൺ സ്റ്റേജ് നമ്മൾ പറയാം നിങ്ങൾ യൂട്രസ് തന്നെ റിമൂവ് ചെയ്യാന്നുള്ളത്. ബിക്കോസ് ഇന്നൊരു സർജറി ചെയ്താൽ ചിലപ്പോൾ 5 to 6 ഇയേഴ്സ് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഒരു റിപ്പീറ്റ് സർജറി വേണ്ടി വരാം. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് പ്രഗ്നൻസി ടൈമിലായിരിക്കും ഫൈബ്രോയിഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, അതോ ഈ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ? അതൊരു കാരണം വരുന്നതെന്ന് വെച്ചാൽ പലവരും പ്രഗ്നൻസി ടൈം വരെ ഒരിക്കലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അപ്പോഴായിരിക്കും അവർ ഫസ്റ്റ് സ്കാൻ ചെയ്യുന്നത്. അപ്പം നേരത്തെ ഉള്ള ഫൈബ്രോയിഡ് തന്നെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രഗ്നൻസിയിൽ ഫൈബ്രോയിഡ് വരുമ്പോൾ നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യാനോ ട്രീറ്റ് ചെയ്യാനോ പറ്റില്ല. നമുക്കാകെ അതിനെ വാച്ച് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഈ ഫൈബ്രോയിഡിന്റെ ലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കുട്ടീനെ അല്ലെങ്കിൽ മദറിനെ എങ്ങനെയെങ്കിലും ബാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ ഈ ഫൈബ്രോയിഡ് ഇരിക്കുന്ന സ്ഥലത്തായിരിക്കും ചിലപ്പോൾ മറുകുട്ടി പോയി ഒട്ടി നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കംപ്ലീറ്റ് ബ്ലഡ് സപ്ലൈ വരുന്നത്. അങ്ങനത്തെ കേസസിൽ റിസ്കിയാണ്. നമ്മൾ ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസിനെ പോലെ അത് ട്രീറ്റ് ചെയ്യണം. ചിലപ്പോൾ ഫൈബ്രോയിഡ് യൂട്രസിന് ലോവർ സെഗ്മെന്റിലായിരിക്കും. ലോവർ സെഗ്മെന്റിൽ നിന്ന് പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടിക്ക് നോർമൽ ഡെലിവറി വഴി പുറത്ത് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എലക്റ്റീവായിട്ട് സിസേറിയൻ ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ഫൈബ്രോയിഡിന്റെ ലൊക്കേഷൻ എങ്ങനെയാണോ, ഇപ്പോൾ ഫൈബ്രോയിഡ് ലൊക്കേഷൻ യൂട്രൻ ക്യാവിറ്റിന്റെ അകത്തേക്ക് തള്ളി നിൽക്കുകയാണെങ്കിൽ കുട്ടിക്ക് നിൽക്കാനുള്ള കപ്പാസിറ്റി, കുട്ടിക്ക് വളരാനുള്ള കപ്പാസിറ്റിനെ എഫക്ട് ചെയ്യാനുള്ള സാധനം. അപ്പോൾ അതിനെ നമ്മൾ ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ എന്ന് പറയും. കുട്ടിയുടെ വളർച്ചയെ അത് ബാധിക്കും. അപ്പോൾ എങ്ങനെയാണോ അതിന്റെ സൈസ്, എന്താണോ അതിന്റെ ലൊക്കേഷനെ ബേസ് ചെയ്തിരിക്കും പ്രഗ്നൻസിയിൽ എന്ത് ഇമ്പാക്ട് വരുന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ആദ്യമേ സർജറി ഓപ്പൺ ആണെങ്കിലും കീ ഹോൾ ആണെങ്കിലും പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ എന്തൊക്കെ ഫുഡായിരിക്കും കഴിക്കേണ്ടത്? എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? ഇപ്പോൾ സർജറിക്ക് മുമ്പാണെങ്കിലും കഴിഞ്ഞിട്ടാണെങ്കിലും ഫുഡ് കഴിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കാൻ പാടുള്ളൂ. ഇപ്പൊ സർജറി ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഫൈബ്രോയിഡിന് ഹോർമോണൽ ഇൻഫ്ലുവൻസിലാണ് വളരുന്നത്. സ്ത്രീകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹോർമോണിന്റെ 2 പ്രധാന സോഴ്സസ് ആണ്. ഒന്ന് അണ്ടാശയം അഥവാ ഓവറിയിൽ നിന്ന് വരുന്ന ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഹോർമോൺസ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ വിസറൽ ഫാറ്റ് എന്ന് പറയും, അതായത് കൊഴുപ്പ്. അടിവയറ്റിലുള്ള കൊഴുപ്പിന് ഒരു പ്രത്യേകതരം ഒരു എൻസൈം ഉണ്ട്, അരോമറ്റൈസ് എൻസൈം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ കിഡ്നിയുടെ മേലുള്ള അഡ്രിനൽ ഗ്ലാൻസിൽ നിന്ന് ഫീമെയിൽ ബോഡിയിൽ മെയിൽ ഹോർമോൺ കുറച്ച് ചെറിയ തോതിൽ സെക്രീറ്റ് ചെയ്യും. ഈ മെയിൽസിൽ മെയിൻ ഹോർമോൺ ടെസ്റ്റോസ്റ്ററോൺ ഉള്ള പോലെ ഫീമെയിൽസിലും ചെറിയ തോതിൽ അത് സെക്രീറ്റ് ചെയ്യും. പക്ഷേ ഈ അരോമറ്റൈസ് എൻസൈമിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ തോതിൽ വരുന്ന മെയിൽ ഹോർമോണെ അരോമറ്റൈസ് എൻസൈമിന് ഈസ്ട്രോജനിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള അതിന് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഓവറിൽ നിന്ന് വരാത്ത സോഴ്സ്, ഓവറിൽ നിന്നുള്ള സോഴ്സിന് കൂടാണ്ട് ഈ ഒരു സോഴ്സും കൂടെ വരുമ്പോഴത്തേക്കും ഫൈബ്രോയിഡ്സ് പോലത്തുള്ള കാര്യങ്ങൾ വളരാനുള്ള സാധ്യത. അപ്പോൾ ബേസിക് എന്ന് പറഞ്ഞാൽ ഹെൽത്തി വീട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഫ്രൈഡ് ഫുഡ്സ് പരമാവധി കുറയ്ക്കുക. എന്താണ് കൊഴുപ്പ് വർദ്ധിക്കുന്നത് അല്ലെങ്കിൽ ഹൈ കലോറിഫിക് വാല്യൂ ഉള്ള കാര്യങ്ങളെല്ലാം മാക്സിമം അവോയ്ഡ്. ജങ്ക് ഫുഡ്, ഫ്രൈഡ് ഫുഡ്, പിന്നെ റെഡ് മീറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൽ കണ്ടെയ്നറിൽ കൺസ്യൂം ചെയ്യുന്ന ഫുഡിന് വരെ ഈ സെനോ ഈസ്ട്രോജൻ, അതായത് ഈസ്ട്രോജൻ ലൈക്ക് സബ്സ്റ്റൻസസ് സെക്രീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ പ്ലാസ്റ്റിക് ചൂടാക്കുമ്പോഴത്തേക്കും. അപ്പൊ അങ്ങനത്തെ പ്രാക്ടീസസ് ഒക്കെ പരമാവധി അവോയ്ഡ് ചെയ്യുക. അതിപ്പോൾ സർജറിന് മുമ്പാണെങ്കിലും സർജറി കഴിഞ്ഞിട്ടാണെങ്കിലും പ്രിൻസിപ്പിൾസ് സെയിം ആണ്. നമുക്കിനി സിസ്റ്റിന്റെ കാര്യം എടുക്കാം. എന്താണ് സിസ്റ്റ്, എന്താണെന്ന് പറയാമോ? ഇപ്പൊ ഫൈബ്രോയിഡ് നേരത്തെ പറഞ്ഞു നമ്മൾ യൂട്രസിൽ വരുന്നൊരു ഗ്രോത്ത് ആണെന്ന്. അതേപോലെ സിസ്റ്റ് എന്ന് പറഞ്ഞാൽ അണ്ടാശയം അഥവാ ഓവറിയിൽ വരുന്ന ഒരു ഗ്രോത്തിനെയാണ് സിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഫൈബ്രോയിഡിനെ അപേക്ഷിച്ച് സിസ്റ്റിന്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഫൈബ്രോയിഡ് സാധാരണ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്സിലാണ് കുറച്ചും കൂടെ കൂടുതൽ. അതായത് ഒരു 15 to 20 ഇയേഴ്സ് തൊട്ട് മേ ബി ഒരു 35-40 ആ ഏജ് ഗ്രൂപ്പിലാണ് ഏറ്റവും കോമൺ ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ സിസ്റ്റിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രം ദ ഫസ്റ്റ് മെൻസസ് തൊട്ട്, അല്ലെങ്കിൽ മേ ബി ഈവൻ ബിഫോർ ദാറ്റ്, റൈറ്റ് ഫ്രം ഏജ് 8 വയസ്സ് മുതൽ 80 വയസ്സ് വരെ പലതരത്തിലുള്ള സിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ന സിസ്റ്റ്, ഒരു സിസ്റ്റ് എന്ന് പറയാം, ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാറ്റഗറി സാധനം. സിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റുന്നതിലധികം അധികം തരം സിസ്റ്റുകൾ ഓൾറെഡി പ്രസന്റ് ആണ്. അതിന് എല്ലാത്തിനും ഡിഫറെന്റ് നേച്ചറുമാണ്, പ്രഡിക്റ്റബിളും അല്ല. അതുകൊണ്ട് സിസ്റ്റ് ഓവറിയിൽ നിന്ന് വരുന്നു എന്നുണ്ടെങ്കിലും എല്ലാ സിസ്റ്റിനും അതിൻ്റെതായിട്ട് സെപ്പറേറ്റ് നേച്ചറും ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടാവും.
ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് നോൺ വെജ് അധികം കഴിക്കുന്നതുകൊണ്ടാണ്, ചിക്കൻ കഴിക്കുന്നത് കൊണ്ടാണ് ഈ സിസ്റ്റ് വരുന്നത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇപ്പൊ ചിക്കൻ കഴിക്കുന്നതിന്റെ ഒരു കാര്യം എടുത്തുകൊണ്ട് ഇപ്പൊ ഈ യൂഷ്വലി ഇപ്പൊ ഈ ബ്രോയിലർ ചിക്കനും അങ്ങനത്തെ മീറ്റ് ബേസ്ഡ് ചിക്കനൊക്കെ സാധാരണ അവരുടെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഈസ്ട്രോജൻ സബ്സ്റ്റൻസ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ചിക്കൻ ബ്രസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ മീറ്റ് കിട്ടുന്ന ഒരു ഏരിയ. അപ്പോൾ അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സാധാരണ ഈസ്ട്രോജൻ ഹോർമോൺ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചിക്കൻ കുറച്ചും കൂടെ കൂടുതൽ കഴിക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്ന വെച്ചാൽ ലേഡിയുടെ ബോഡിയിൽ ഈസ്ട്രോജന്റെ ഇത് കൂടുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സിസ്റ്റ് എന്ന് മാത്രമല്ല, യൂട്രസ് റിലേറ്റഡോ ഓവറി റിലേറ്റഡ് ഇല്ലെങ്കിൽ ഫീമെയിൽ ഹോർമോൺ റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും വർദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിപ്പോ ചിക്കൻ തന്നെ ആവണമെന്നില്ല, ഏത് മീറ്റും ആവും ഇല്ലെങ്കിൽ ഏത് ഫുഡും ആവും. ഈസ്ട്രോജൻ നമ്മുടെ ബോഡിയിൽ കൂട്ടുന്നോ ഈസ്ട്രോജൻ എക്സസ് വരും. അപ്പോൾ ഈസ്ട്രോജൻ റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോണൽ സൈക്കിൾസിലെല്ലാം ഇഷ്യൂസ് വരുത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതും സ്കാൻ വഴിയാണോ കണ്ടുപിടിക്കുന്നത്, അതോ നമുക്ക് അല്ലാണ്ട് ഈ പീരീഡ്സ് ആവുന്ന ടൈമിൽ തന്നെ അറിയാൻ പറ്റുമോ? ഇല്ല, ഇപ്പൊ ഫൈബ്രോയിഡ് ആണെങ്കിലും സിസ്റ്റ് ആണെങ്കിലും എസ്പെഷ്യലി സിസ്റ്റ് തന്നെ നമുക്ക് സ്കാൻ വഴിയാണ് ഇതിനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഒരുപാട് വലിയ സിസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വയറ് തൊട്ടാൽ തന്നെ മനസ്സിലാവും ഇത്രയും വലിയ സിസ്റ്റ്. ഇപ്പോൾ വയറ് വീർത്ത് നിൽക്കുന്ന നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു സംശയം വരാം. പക്ഷെ ഇതിനെ ഡയഗ്നോസ് ചെയ്യണം, കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കാൻ തന്നെയാണ് ഒരു മാർഗം. വേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും ഈ വയറ് വീർക്കുന്ന? ഡിപ്പെൻഡ് ചെയ്യും. ഞാൻ സിസ്റ്റിന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ ഫൈബ്രോയിഡിന്റെ നേച്ചർ നമുക്ക് അത്രയും പ്രെഡിക്റ്റബിൾ ആയിട്ട് പറയാൻ പറ്റില്ല. ഒരുപാട് തരം സിസ്റ്റുകൾ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഈ സിസ്റ്റുകൾ കംപ്ലീറ്റ്ലി സൈലന്റ് ആയിട്ട് നിൽക്കും. ഈ സിസ്റ്റിൽ ശരിക്കും പെയിൻ വരാൻ പോകുന്ന വെച്ചാൽ ഈ സിസ്റ്റുകൾ വലുതായി കഴിയുമ്പോഴത്തേക്കും ഏകദേശം ബലൂൺ പോലെ ഇരിക്കും. അപ്പോൾ ബലൂൺ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ യൂട്രസിനേക്ക് ഈ ഓവറിനെ അറ്റാച്ച് ചെയ്തേക്കുന്ന ചെറിയൊരു ലിഗമെന്റ് വഴിയാണ്. ഈ ലിഗമെന്റ് ഈ ഓവറിന്റെ സിസ്റ്റിലെ സൈസ് വളരും തോറും ഈ ലിഗമെന്റും വലിയും. അപ്പോൾ വലിഞ്ഞു കഴിയുമ്പോൾ എന്ത് പറ്റുന്നത്, കുറച്ച് കഴിയുമ്പോൾ ആ സിസ്റ്റ് ചുരുളാൻ തുടങ്ങും. ചുരുളുമ്പോഴത്തെ എന്താ പ്രശ്നം പറ്റുന്ന വെച്ചാൽ ഈ ലിഗമെന്റ് വഴി ഇല്ലെങ്കിൽ ചരട് വഴിയാണ് ഈ കംപ്ലീറ്റ് ബ്ലഡ് സപ്ലൈ വരുന്നത്. അപ്പൊ ചുരുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡ് സപ്ലൈ കട്ട് ഓഫ് ആയി പോകും. അപ്പൊ ആ ബ്ലഡ് സപ്ലൈ കട്ട് ഓഫ് ആകുമ്പോഴാണ് പെട്ടെന്ന് ചിലവർക്ക് തീവ്രമായിട്ടുള്ള വേദന, ഛർദി, തലചുറ്റൽ അങ്ങനെയൊക്കെ വരുന്നത്. അല്ലാണ്ട് യൂഷ്വലി മോസ്റ്റ് ഓഫ് ദ സിസ്റ്റിൽ നമുക്ക് പെയിൻ വരാനുള്ള സാധ്യതയില്ല. ഈ ചില പ്രത്യേക സിസ്റ്റം, ഈ ചോക്ലേറ്റ് സിസ്റ്റ് അല്ലെങ്കിൽ എൻഡോമെട്രോട്ടിക് സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സിസ്റ്റിൽ പീരീഡ് സമയത്ത് ഒരുപാട് പെയിൻ വരാം. എല്ലാം സിസ്റ്റിന് ആസ് സച്ച് പെയിൻ വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. ഇല്ലെങ്കിൽ ഈ ടോർഷൻ നടക്കണം, ഈ ചുരുളാനുള്ള പോസിബിലിറ്റി ഉള്ള സിസ്റ്റിലാണ് പെയിൻ വരാൻ കൂടുതൽ സാധ്യത. ഇപ്പൊ നമ്മൾ ഫൈബ്രോയിഡും സിസ്റ്റും എടുത്ത്, അപ്പൊ ഇതിൽ ഏറ്റവും അപകടമുള്ളത് ഏതാ? ഇപ്പൊ ഫൈബ്രോയിഡിനെ സിസ്റ്റിനെ എപ്പോഴും ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ അപകടകാരി നമ്മൾ സിസ്റ്റാന്നേ പറയുള്ളൂ. എന്ന് വെച്ചാൽ ഫൈബ്രോയിഡിന് എപ്പോഴും ഒരു പ്രഡിക്റ്റബിൾ നേച്ചർ ഉണ്ട്. അത് ഇന്ന സ്ഥലത്തേ വരുള്ളൂ, അത് ഇതാണ് അതിന്റെ നേച്ചർ, ഇത് ഇന്ന സ്പീഡിൽ വളരും, ഇത് ഇന്ന ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. പക്ഷെ സിസ്റ്റിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ സിസ്റ്റ് അണ്ടാശയത്തിലാണ് വരുന്നതെങ്കിലും അത് ഒരുപാട് തരം സിസ്റ്റുകളുണ്ട്. എല്ലാ സിസ്റ്റുകൾക്കും ചിലപ്പോൾ ഹോർമോണൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല. എല്ലാത്തിനും ഡിഫറെന്റ് നേച്ചറാണ്. സിസ്റ്റിൽ ക്യാൻസറസ് പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ ഫൈബ്രോയിഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ക്യാൻസർ പോസിബിലിറ്റി കൂടുതൽ സിസ്റ്റിലാണ്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് എല്ലാം ഹൈലി ഇൻഡിവിജ്വലൈസ്ഡ് ആയിരിക്കും, വളരെ ഏജ് ബേസ്ഡ് ആയിരിക്കും. എന്ത് ചെയ്യണം, എങ്ങനെ അത് കൺസേൺ വേണ്ടത് എന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫൈബ്രോയിഡ് ആണെങ്കിൽ നമുക്കത് ഫൈബ്രോയിഡ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റ് ആയി. സിസ്റ്റിന്റെ പ്രോബ്ലം സിസ്റ്റ് അണ്ടാശയത്തിലാണ് വരുന്നതുകൊണ്ട് അണ്ടാശയത്തിൽ നിന്നാണ് മെയിൻ ഈ ഹോർമോൺ സോഴ്സ് ഈസ്ട്രോജന്റെ വരുന്നത്. പിന്നെ പ്രഗ്നൻസിക്ക് വേണ്ടിയുള്ള അണ്ടങ്ങളും വരുന്നത് ഓവറിൽ നിന്നാണ്. അപ്പൊ നമ്മൾ സിസ്റ്റ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും നമ്മൾ ഈ ഫാക്ടേഴ്സ് എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമുക്ക് ഡിസിഷൻ എടുക്കേണ്ടത്. ഇപ്പൊ എങ്ങാനതൊരു സിസ്റ്റ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞത് നമ്മൾ ബയോപ്സിക്ക് വിട്ട് അതിന്റെ റിസൾട്ട് ക്യാൻസറസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പോയിട്ട് കംപ്ലീഷൻ സർജറീസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോഴും സിസ്റ്റിന്റെ മാനേജ്മെന്റും ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും ഒരു കോംപ്ലക്സ് ഡിസിഷൻ മേക്കിംഗ് ആണ്, ഇത്രയും ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട്. ഒരു സ്ത്രീക്ക് ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരാൻ സാധ്യതയുണ്ടോ? വളരെ കോമൺ ആയിട്ട് വരാം. രണ്ടിനും അപ്പൊ ഹോർമോണൽ ഇൻഫ്ലുവൻസ് ഉള്ളത്. ഇപ്പൊ ഫൈബ്രോയിഡിന് ഹോർമോണൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, ചെറിയ സിസ്റ്റിന് ഹോർമോണൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ ഹോർമോണൽ ഇൻഫ്ലുവൻസ് ഈസ്ട്രോജൻ എക്സസോ അങ്ങനത്തെ ഉള്ളവരിൽ വളരെ കോമൺ ആയിട്ട് സിസ്റ്റും ഫൈബ്രോയിഡും രണ്ടും വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. അപ്പൊ അവർ അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടത്? രണ്ടിന്റെയും റൂട്ട് കോസ് അല്ലെങ്കിൽ റൂട്ട് ഇഷ്യൂ സെയിം ആയതുകൊണ്ട് രണ്ടിനും ഒരേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യാൻ പറ്റുമോ, എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും, എത്രത്തോളം നമുക്ക് എക്സസൈസ് വർദ്ധിപ്പിക്കാൻ പറ്റുമോ, എത്രത്തോളം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരു സ്ട്രീം ലൈൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, അത് ഫൈബ്രോയിഡിനെയും സിസ്റ്റിനെയും രണ്ടിനെയും ബാധിക്കും. പ്രൊവൈഡഡ് ഈ സിസ്റ്റ് ഹോർമോണൽ ഇൻഫ്ലുവൻസ് ഉള്ള സിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ. ചില സിസ്റ്റുകളുണ്ട്, ഫോർ എക്സാമ്പിൾ ഡെർമോയിഡ് സിസ്റ്റ് പോലത്തെ, അങ്ങനത്തെ സിസ്റ്റിനൊന്നും ഒട്ടും ഹോർമോണൽ ഇൻഫ്ലുവൻസ് ഇല്ല, അപ്പൊ അതിനൊന്നും ഇത് ബാധിക്കില്ല. ബട്ട് യൂഷ്വലി ഹോർമോണൽ ഇൻഫ്ലുവൻസ് ഉള്ള സിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യത്തിനെയും ഒരേ പ്രിൻസിപ്പിൾ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഒരു സർജറിയിലൂടെ ഇത് രണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. നമുക്കിപ്പോ ഒരു കീഹോൾ സർജറി ചെയ്യുകയാണെങ്കിൽ ആ കീഹോൾ സർജറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് യൂട്രസ് റിലേറ്റഡ് ആയിട്ടോ ഓവറി റിലേറ്റഡോ ട്യൂബ് റിലേറ്റഡ് എല്ലാ ഇഷ്യൂസും നമുക്ക് ഒരേ സിറ്റിംഗിൽ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് പുറത്തു വരാൻ പറ്റും. ഡോക്ടർ, ഈ സിസ്റ്റ് നമുക്ക് സർജറിയിലൂടെ മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതോ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? ഇപ്പൊ ഈ ഫൈബ്രോയിഡിന്റെ കാര്യം പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാ സിസ്റ്റിനെയും ട്രീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമല്ല. നമുക്ക് സിസ്റ്റിന്റെ സൈസ് എത്രയാണ്, അതിന്റെ നേച്ചർ എത്രയാണെന്ന് നോക്കിയിട്ട് മാത്രം നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി. വളരെ ചെറിയ സിസ്റ്റ് ആണ്,
നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, അതിന് നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി എടുക്കാം. കുറച്ചും കൂടെ വലിയ സിസ്റ്റാണ്, ഇനി നമുക്കറിയാം മെഡിസിൻസ് കൊടുത്താൽ ഇത് ഹീൽ ചെയ്യാൻ പറ്റും എന്നുള്ള സിസ്റ്റിൽ നമുക്ക് മെഡിസിൻ കൊടുത്ത് നോക്കാം. ഒരു പരിധി കഴിഞ്ഞുള്ള സിസ്റ്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡെർമോയിഡ് സിസ്റ്റിനൊന്നും എത്ര മെഡിസിൻ കൊടുത്താലും അത് ഏക്കില്ല, അതിന് സർജറി മാത്രമേ ഉള്ളൊരു വഴി. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ സിസ്റ്റ് ഒരു 5 സെന്റിമീറ്റർ ആൻഡ് അബവ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ടൈപ്പിലുള്ള സിസ്റ്റ് ആണെങ്കിലും നമുക്കതിനെ ഓപ്പറേറ്റ് ചെയ്യുക തന്നെ വേണ്ടി വരും. എന്ന് വെച്ചാൽ ഈ 5 സെന്റിമീറ്ററിന്റെ മേലെ പോകുമ്പോഴാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ബലൂൺ എഫക്റ്റ് വരുന്നത്, അത് ചുരുളാനൊക്കെ തുടങ്ങുന്നത്, അതിന് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റിക്ക് വരുന്നത്. അപ്പോൾ ഏത് സിസ്റ്റ് ആണെങ്കിൽ ഒരു 5 സെന്റിമീറ്റർ ആൻഡ് അബവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഓപ്പറേറ്റ് ചെയ്യണം. പക്ഷെ ചില സിസ്റ്റുകൾ നമുക്ക് എന്ത് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാലും ഏക്കാത്തൊക്കെ ആണെങ്കിൽ എത്ര സൈസ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഓപ്പറേറ്റ് ചെയ്യും. പിന്നെ ഡിപ്പെൻഡ് ചെയ്യുക ആ സിസ്റ്റിനെ കാരണം എന്ത് പ്രശ്നങ്ങളുണ്ടോ, കംപ്രഷൻ എഫക്റ്റ് ഉണ്ടോ, പെയിൻ ഉണ്ടോ, വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ബേസ് ചെയ്തായിരിക്കും നമ്മൾ സർജറി ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ആ സിസ്റ്റിന്റെ നേച്ചറും എന്ത് സിംറ്റമാണോ കോസ് ചെയ്യുന്നതെന്നുള്ള ബേസ് ആയിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുക. എല്ലാവർക്കും സർജറി വേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു സംശയമാണ്, ഇത് പൊട്ടാനുള്ള സാധ്യതയുണ്ടോ? ഫൈബ്രോയിഡ് ആയാലും സിസ്റ്റ് ആയാലും? യൂഷ്വലി ഫൈബ്രോയിഡ് അങ്ങനെ പൊട്ടാറില്ല, പക്ഷെ സിസ്റ്റിന് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരുപാട് വലിയ സൈസ് ആയി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും വയലന്റ് മൂവ്മെന്റോ ആക്ഷനോ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടുന്ന സിറ്റുവേഷൻസ് ഒക്കെ കേൾക്കാറുണ്ട്. റെയർ ആണ്, എന്നാലും വരാനുള്ള പോസിബിലിറ്റി. സിസ്റ്റ് എപ്പോഴും ഒരു ബലൂൺ പോലെയാണ്, ഒരു ബലൂൺ വിത്ത് കണ്ടന്റ്, വെള്ളം നിറഞ്ഞൊരു ബലൂൺ പോലെയാണത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വയലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി, ഫോർ എക്സാമ്പിൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തു, അല്ലെങ്കിൽ ഒരു ഇന്റർകോഴ്സ് നടന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രഗ്നൻസി ടൈം, അങ്ങനത്തെ ടൈമിലൊക്കെ വരുമ്പോൾ റെയർ ആയിട്ട് ഇത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഫൈബ്രോയിഡ് ചോദിച്ചതുപോലെ ഞാൻ ചോദിക്കുകയാണ്, ഈ സിസ്റ്റം ചിലർ പ്രഗ്നൻസി ടൈമിലായിരിക്കും കണ്ടുപിടിക്കുന്നത്, അതെന്തെങ്കിലും കുഞ്ഞിനെ ബാധിക്കുമോ? അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോൾ പ്രഗ്നൻസി ടൈമിൽ സിസ്റ്റിനെ കണ്ടുപിടിക്കുന്നത് മിക്കവരും ആ സമയത്തായിരിക്കും ഫസ്റ്റ് സ്കാൻ ചെയ്യുന്നത്. അപ്പം അന്നും നമ്മൾ അസസ് ചെയ്യുക ഈ സിസ്റ്റിന്റെ സൈസ് എത്രയാണെന്ന്. ഇപ്പോൾ പ്രഗ്നൻസിയിൽ യൂട്രസ് കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ തോതിൽ വളർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ടോർഷൻ പോലത്തുള്ള കാര്യങ്ങൾ വരാൻ ചാൻസസ് കുറച്ചും കൂടെ കൂടുതലാണ്. പക്ഷെ അതിൽ നമ്മൾ റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് റേഷ്യോ ആണ് നോക്കുക. ഇപ്പോൾ എങ്ങാനും ആ സിസ്റ്റ് വലിയ സൈസ് ആണെന്നുണ്ടെങ്കിൽ, എങ്ങാനും ചുരുളൽ വല്ലതും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് പെയിനും ഛർദിയും ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എമർജൻസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അമ്മേനെയും ബാധിക്കാം, കുട്ടീനെയും ബാധിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയ ഒരു സൈസ് സിസ്റ്റ് നമ്മൾ പ്രഡിക്റ്റബിൾ ആയിട്ട് വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എലക്റ്റീവായിട്ട് സർജറി ചെയ്യുക തന്നെ വേണം. പക്ഷെ ചെറിയ സൈസ് സിസ്റ്റാണ്, വേറെ ഒരു ഇഷ്യൂസ് ഒന്നും കോസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വെയിറ്റ് ആൻഡ് വാച്ച് മാത്രം മതി. സിസ്റ്റിനൊരു ഡയറക്റ്റ് ഇമ്പാക്ട് പ്രഗ്നൻസിയിൽ വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഈ സിസ്റ്റ് വലുതാവും തോറും നമ്മൾ സർജറി ചെയ്യുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സർജറിക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് പ്രഗ്നൻസിയിലെയും കുട്ടിയിലെ ഒരു ഇമ്പാക്ട് വരാം. അതാണ് പറയുക, എപ്പോഴും നമ്മൾ റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് അസസ് ചെയ്തിട്ട് മാത്രമേ ആ സർജറി ചെയ്യാവൂ, അല്ലെങ്കിൽ സിസ്റ്റിനെ തൊടാവൂ. വെച്ചാൽ സിസ്റ്റിനെയും തൊടുമ്പോൾ വേറൊരു പ്രശ്നം വെച്ചാൽ ഈ പ്രഗ്നൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ കംപ്ലീറ്റ് ഈ ഓവറീസിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ സിസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓവറീസിനെയും ഹാൻഡിൽ ചെയ്യണം, ഓവറിയുടെ കപ്പാസിറ്റിയും വർക്ക് എഫിഷ്യൻസിയും കുറയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് നോക്കിയിട്ടാണ് നമ്മളത് ഓപ്പറേറ്റ് ചെയ്യാറ്. ഈ പലരും ഇപ്പം സ്ത്രീകൾ തന്നെ മദ്യപിക്കുന്നവരുണ്ട്, ബിയർ കുടിക്കുന്നവരുണ്ട്, വൈൻ കുടിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഫൈബ്രോയിഡും സിസ്റ്റും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും ഇത് കഴിക്കുന്നത് കൊണ്ട്? ഇത് നമ്മളിപ്പോൾ ഇത് കഴിക്കുന്നതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇത് ഫൈബ്രോയിഡോ സിസ്റ്റ് കോസ് ചെയ്യുന്ന നമുക്കൊരു ഡയറക്റ്റ് കോറിലേഷൻ പറയാൻ പറ്റില്ല. പക്ഷെ ബാക്കി നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ ഫ്രൈഡ് ഫുഡ്സ് പറഞ്ഞ പോലെ, ജങ്ക് ഫുഡ് പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിലെ ഫാറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ എങ്ങനെ ബാധിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇതും ചെയ്യുന്നു, നമ്മൾ ഒട്ടും എക്സസൈസും ചെയ്യുന്നില്ല, സൈഡ് ബൈ സൈഡ് നമ്മൾ ഒരുപാട് ഫ്രൈഡ് ഫുഡ്സ്, ജങ്ക് ഫുഡെല്ലാം എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഫാറ്റ് കോമ്പസിഷൻ ഒരുപാട് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും എക്സിസ്റ്റിംഗ് ആയിട്ട് ഫൈബ്രോയിഡും സിസ്റ്റ് ഉണ്ടെങ്കിൽ, ഹോർമോണൽ ഇൻഫ്ലുവൻസ് ബേസ്ഡ് സിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടിനെയും വളർത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് കാരണം ഇപ്പോൾ ഇത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ബെനിഫിഷ്യൽ ആയിരിക്കും. പക്ഷെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഫൈബ്രോയിഡും സിസ്റ്റും വരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ വർഷത്തിൽ 1-2 പ്രാവശ്യം ഒരു ചെക്കപ്പ് എടുക്കുന്നത് നല്ലതായിരിക്കും അല്ലേ? അതെ. ഇപ്പോൾ ലേഡീസ് യൂഷ്വലി ഹെസിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഗൈനക് സ്കാൻ യൂഷ്വലി എല്ലാം വെജൈനൽ സ്കാനാണ് ചെയ്യാറ്. അപ്പോൾ ആർക്കും ഇപ്പോൾ വെജൈനൽ സ്കാൻ ചെയ്യാൻ പലവർക്കും മടിയായിരിക്കും. പക്ഷെ ആ ഒരു ഡിസ്കംഫർട്ട് സഹിക്കാൻ പറ്റുമെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺസ് എ ഇയർ എങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഒരു സ്കാനും കൂടെ ചെയ്ത് നോക്കിയാൽ ഏകദേശം ഒരു 99% ഇഷ്യൂസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അത് വേറൊരു ഉദാഹരണം പറയുമ്പോൾ ഡെന്റിസ്റ്റിനെ കാണാൻ ആർക്കും താല്പര്യമില്ല, അറ്റ്ലീസ്റ്റ് എല്ലാ 6 months കൂടെ ഒരു ഡെന്റിസ്റ്റിനെ കാണണമെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കൊരു പേടി സ്വപ്നമാണ്. അതുപോലെയാണ് ഈ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാമെന്ന് പറയുമ്പോൾ അത് കാണാൻ പറ്റുമെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ജീവിതത്തിൽ അവോയ്ഡ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.